നിലമ്പൂർ മണ്ഡലത്തിൽ സ്വതന്ത്രനെ നിർത്താതെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ, അതും സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കുന്നതിലൂടെ പാർട്ടി ശക്തമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അൻവറിനെ നിർത്തിയത് പോലും സാങ്കേതികമായി ഗുണം ചെയ്തു എന്നതല്ലാതെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഒരു ഗുണവും ചെയ്തിട്ടുമില്ല. ആ ഒരു തിരുത്തലാണ് സ്വരാജിലൂടെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ. തുറന്നു സമ്മതിക്കുകയാണെങ്കിൽ നിലമ്പൂരിൽ സ്വരാജിന് ജയിക്കുക എന്നത് അത്ര സിമ്പിൾ ആയ ഒരു കാര്യമൊന്നുമല്ല. അത് രാഷ്ട്രീയം നിരീക്ഷിക്കുക എന്നതല്ലാതെ നിലമ്പൂരിന്റെ ചരിത്രം ഒന്ന് നോക്കുന്ന ആർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഇത്രയും ഇമ്പോർട്ടന്റ് ആകുന്നത്. വലിയൊരു ദൗത്യം തന്നെയാണ് സ്വരാജിന് നൽകിയിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് എന്നത് മറ്റൊരു സത്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് മണ്ഡലത്തിൽ ആവേശോജ്വല സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയായി CPM തെരഞ്ഞെടുത്തതിനു ശേഷം ആദ്യമായി ജന്മനാട്ടിൽ എത്തിയതായിരുന്നു അദ്ദേഹം. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ 100 കണക്കിന് പേരാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഗ്രാമീണ റെയിൽവേ സ്റ്റേഷനായ നിലമ്പൂർ അക്ഷരാർത്ഥത്തിൽ സ്നേഹാധിക്യത്താൽ വീർപ്പുമുട്ടുകയായിരുന്നു. നിലമ്പൂർ സ്വദേശിയായ സ്വരാജ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമാണ് M സ്വരാജ്. 2016 മുതൽ 21 വരെ തൃപ്പൂണിത്തറ MLA, SFI സംസ്ഥാന സെക്രട്ടറി, DYFI സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നു. DYFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് K ബാബുവിനെ അട്ടിമറിച്ചാണ് 2016 തൃപ്പൂണിത്തറയിൽ നിന്ന് MLA ആയിട്ടുണ്ടായിരുന്നത് M സ്വരാജ്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും മികച്ച സാമാജികൻ എന്ന പേര് നേടിയിട്ടുണ്ട് അദ്ദേഹം. അതേസമയം അൻവറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഷ്ടം എന്നേ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുകയുള്ളൂ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ നയാ പൈസ ഇല്ല എന്ന് PV അൻവർ പറയുകയാണ്. മത്സരിക്കാൻ ഒരുപാട് കാശ് വേണമെന്നും എന്നാൽ തന്റെ കയ്യിൽ പണമില്ല എന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വെച്ച് പറയുകയായിരുന്നു. മത്സരിക്കാൻ തന്റെ കൈവശം പണമില്ല, മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശേഷിയില്ല എന്നാണ് PV അൻവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും അൻവർ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും, ഇത് അതിനും അപ്പുറമാണ്. PV അൻവറിനെ മാറ്റി നിർത്തിയാലും നിലമ്പൂരിൽ ജയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇനി താനില്ല എന്നാണ് PV അൻവർ എടുത്തു പറയുന്നത്. KC വേണുഗോപാലിനെ കാണാൻ 3 മണിക്കൂർ കാത്തുനിന്നുവെന്നും അൻവർ വേദനയോടെ പറയുകയാണ്. പക്ഷെ കാണാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്നെ കൊന്നു കൊലവിളിക്കാനാണ് തീരുമാനമെന്നും അൻവർ എടുത്തു പറയുകയാണ്.